തൃശൂർ അതിരപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടമിറങ്ങി. കുട്ടികളടക്കം 6 കാട്ടാനകളാണ് ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. പ്രദേശത്ത് കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ചിറക്കൽ തുണ്ടത്തിൽ ഹരിദാസിന്റെ 50ഓളം വാഴകളും തെങ്ങ്, കവുങ്ങ്, പച്ചക്കറികൾ എന്നിവയും ആനകൾ നശിപ്പിച്ചു. അനീഷ് ആന്റണി ചേരുന്നു വിവരങ്ങളുമായി. അനീഷ്, ഇപ്പോൾ ഈ ഒരു കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിരിക്കുകയാണ്. എന്താണ് ഇവയെ തുരത്താനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ? എങ്ങനെയൊക്കെയാണ് വിവരം? കാളിദാസ് ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് ഈ ചിറക്കൽ തുണ്ടത്തിൽ ഹരിദാസ് എന്ന് പറയുന്ന ആളുടെ കൃഷിയിടത്തിൽ, അതിരപ്പള്ളിയിലെ കൃഷിയിടത്തിൽ കാട്ടാനകൾ എത്തിയത്. കുട്ടികളും അടങ്ങുന്ന 6 ആനകളടങ്ങുന്ന സംഘമാണ് ഈ കൃഷിയിടത്തിലെത്തി കൃഷി നശിപ്പിച്ചത്. ഹരിദാസിന്റെ കൊലച്ച 50ലധികം വാഴകൾ ആനകൾ നിലംപരിശാക്കി ചവിട്ടി മെതിച്ചു. അതുപോലെ തന്നെ 10 തെങ്ങ്, അതുപോലെ കവുങ്ങുകൾ, അതുപോലെ പച്ചക്കറി ഉൾപ്പെടെ നശിപ്പിച്ചു. ഈ വിവരം അറിഞ്ഞ് ഹരിദാസും പ്രദേശത്തുള്ളവരും സ്ഥലത്തേക്ക് എത്തി. ഒടുവിൽ തീ ഇട്ടാണ് ഈ കാട്ടാനക്കൂട്ടത്തെ അവിടെ നിന്നും ഓടിച്ചത്. ഏറെ നേരം ആ കൃഷി സ്ഥലത്ത് പരിഭ്രാന്തി സൃഷ്ടിച്ചു ഈ കാട്ടാനക്കൂട്ടം. ഒടുവിലാണ് തീയിടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. തീയിട്ടതോടെയാണ് ഈ കാട്ടാനക്കൂട്ടം പേടിച്ച് അവിടെ നിന്നും മാറിയത്. പക്ഷെ ആ കൃഷി സ്ഥലത്തു നിന്ന് മാറിയെങ്കിൽ കൂടി ആ പ്രദേശത്തു നിന്നും, ജനവാസ മേഖലയിലാണ് ഈ ആനക്കൂട്ടം എത്തിയത്, ആ പ്രദേശത്തു നിന്നും കാട്ടാനക്കൂട്ടം ഇപ്പോഴും വിട്ടുപോയിട്ടില്ല എന്നാണ് അവിടെയുള്ളവർ പറയുന്നത്. എന്തായാലും വിവരം വനംവകുപ്പിനെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. വനംവകുപ്പും നാട്ടുകാരും ഉൾപ്പെടെ ചേർന്ന് ഈ ആനക്കൂട്ടത്തെ തുരത്തി കാട് കയറ്റാനുള്ളൊരു ശ്രമം കൂടി ഇപ്പോൾ നടത്തുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ മേഖലയിൽ നമുക്കറിയാം സ്ഥിരമായി കാട്ടാനക്കൂട്ടമൊക്കെ ഇറങ്ങുന്ന ഒരു പ്രദേശമാണ് ഈ അതിരപ്പള്ളി, വെറ്റിലപ്പാറ ആ ഭാഗം മുഴുവൻ. കഴിഞ്ഞ ദിവസമാണ് മറ്റൊരു കർഷകന്റെ കൃഷിയിടത്തിൽ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. 10 തവണയാണ് ആ കർഷകന്റെ കൃഷിയിടത്തിലെത്തി കൃഷി നശിപ്പിച്ചത്. ആ കർഷകൻ ബാക്കി ഉണ്ടായിരുന്ന വാഴകളെല്ലാം വെട്ടിക്കളഞ്ഞ് ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി ബാക്കിയുള്ള വാഴകളെല്ലാം വെട്ടിക്കളയുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ കഴിഞ്ഞ ദിവസം എത്തി. ഒരു കാരണവശാലും ഒരു സാഹചര്യത്തിലൂടെ ഈ പ്രദേശത്ത് കൃഷി നടത്താനുള്ള ഒരു അവസ്ഥ ഇല്ല എന്നാണ് ഈ പ്രദേശത്തുള്ള കർഷകരൊക്കെ പറയുന്നത്. കാരണം കൃഷി നടത്തും, പിന്നീട് കാട്ടാനക്കൂട്ടം ഇറങ്ങും, ഈ കൃഷിയെല്ലാം നശിപ്പിക്കും, വീണ്ടും നടത്തും. ഒടുവിൽ സഹികെട്ടാണ് ബാക്കി ഉണ്ടായിരുന്ന 50ലധികം വാഴകൾ അന്ന് ആ കർഷകൻ ഏകദേശം ഒരു 3-4 ദിവസം മുൻപാണ് സംഭവം ഉണ്ടായത് വെട്ടി നശിപ്പിക്കുന്ന ഒരു പ്രതിഷേധത്തിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഈ പഞ്ചായത്ത് അധികൃതരോ അല്ലെങ്കിൽ വനംവകുപ്പോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികൃതരോ ഒന്നും കാര്യക്ഷമമായ ഒരു നടപടി കാട്ടാനക്കൂട്ടത്തെ തുരത്താൻ എടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഇന്ന് ഈ പുലർച്ചെ അതിരപ്പള്ളിയിൽ ഈ ഹരിദാസ് എന്ന് പറയുന്ന കർഷകന്റെ കൃഷിയിടത്തിൽ കാട്ടാനക്കൂട്ടം എത്തി ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വ്യാപകമായ കൃഷിനാശം സൃഷ്ടിച്ചു. എന്നാലും ഈ പ്രദേശത്ത് കാട്ടാനക്കൂട്ടം തങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. എന്നാലും വനംവകുപ്പും നാട്ടുകാരും ഒക്കെ ചേർന്ന് ഈ ആനക്കൂട്ടത്തെ കാട് കയറ്റാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് എത്ര കണ്ട് വിജയിക്കുമെന്ന് അറിയില്ല. ഇവയെ കാട് കയറ്റി വിട്ടാലും വീണ്ടും മറ്റ് കാട്ടാനകൾ വീണ്ടും ഈ പ്രദേശങ്ങളിലേക്ക്, ഈ അതിരപ്പള്ളി ചാലക്കുടി പുഴ കടന്ന് ഈ ജനവാസ മേഖലയിലേക്കൊക്കെ ഈ കാട്ടാനകൾ എത്തുന്ന ഒരു സാഹചര്യം അവിടെ തുടർച്ചയായി നിലനിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് അതിരപ്പള്ളി. ശരി അനീഷ, തുടരുക. ഇപ്പോൾ വലിയ രീതിയിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ചിരിക്കുകയാണ് തൃശൂർ അതിരപ്പള്ളി ജനവാസ മേഖല ഇറങ്ങിയ കാട്ടാനക്കൂട്ടം. ആനകളെ തുരത്താനുള്ള നടപടികളൊക്കെ പ്രദേശവാസികളും വനംവകുപ്പും സ്വീകരിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അതിൻ്റെ ആ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്, അതൊന്ന് കാണാം. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്, കുട്ടികളടക്കമുള്ള 6 കാട്ടാനകളാണ് ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഈ കാട്ടാനക്കൂട്ടത്തെ തുരത്തുക എന്നുള്ള വലിയൊരു പ്രയത്നം കൂടിയുണ്ട്. അതിപ്പോൾ ആ നീക്കങ്ങളൊക്കെ സ്വീകരിച്ചു വരികയാണ്. എത്ര കണ്ട് ഫലവത്താകുമെന്നുള്ള ഒരു സംശയം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. എന്തായാലും തുരത്താനുള്ള നടപടികളൊക്കെ സ്വീകരിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.